ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാലുള്ള പരിപാടിയാണ് പുൽക്കൂട്ടിൽ പാകിയ പുല്ലെല്ലാം മുളച്ചു എന്നുള്ളത്. അപ്പോൾ ചെറുതായിട്ടുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറി ചെറിയൊരു ചൂട് ചായയും കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. ചിലവർ നൂലപ്പമെന്നും പറയും കേട്ടോ. ഇത് എണ്ണയൊക്കെ തേച്ച് തേങ്ങയൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ എനിക്ക് ഈ ഇടിയപ്പത്തിൻ്റെ ആയിട്ടുള്ള ബലം പിടുത്തം എനിക്ക് അത്ര തീരെ ഇഷ്ടമല്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് നല്ല ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയത് കൊണ്ടാവാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടാ. എനിക്ക് പിന്നെ ഒരു നിർബന്ധം കൂടി ഉണ്ട്. എനിക്ക് പാലൊഴിച്ച് കഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. ഇച്ചായിക്ക് അത്രയും പാലൊഴിച്ച് കഴിക്കണത് ഇഷ്ടവുമല്ല. ഇച്ചായിക്ക് കറി തന്നെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചായിക്ക് മുട്ടക്കറിയും ഉണ്ടാക്കി. ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇടിയപ്പത്തിൻ്റെ അച്ചും ഞാനും കൂടി അത്രയ്ക്ക് ചേരാത്തതുകൊണ്ട് മിക്കപ്പോഴും ഇച്ചായിനെയാണ് ഞാൻ എപ്പോഴും വിളിക്കുന്നത് ഇടിയപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റോണോ ആയിട്ടുള്ളൊരു കളിയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രമോഷൻ്റെ ഒരു കൊറിയറായിരുന്നു. ഇനി ആ പ്രമോഷൻ്റെ വീഡിയോ കൂടി എടുക്കണം. ഇച്ചായി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്തൊക്കെ നിന്ന്. അപ്പോൾ രാവിലെ തന്നെ വീഡിയോൻ്റെ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.